أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد ബാസ്കറ്റ് ബാൾ ഗേൾ ഒരു ജലവിസ്മയം. പകുതി മുറിച്ചു മാറ്റിയ ബാസ്കറ്റ് ബാളിനുള്ളിലേക്ക് തൻ്റെ അരക്കെട്ടിറക്കി വെക്കുമ്പോൾ അവൾക്ക് ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ വീടിന് ചുറ്റുമെങ്കിലും മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒന്ന് സഞ്ചരിക്കണം. നിലത്തുകുത്തി സഞ്ചരിക്കാൻ പാകത്തിൽ 2 കൈപ്പിടികളുമായി ബാസ്കറ്റ് ബാളിൽ ഞെരുങ്ങിയിരിക്കുന്ന അരക്കെട്ട് നിലത്തിഴച്ചുകൊണ്ട് അവൾ സഞ്ചരിച്ചു. വീടിനു ചുറ്റും മെല്ലെ മെല്ലെ പുറത്തേക്ക്, തെരുവുകളിൽ, റോഡരികിൽ. അവൾക്ക് ഈ ലോകം കാണാമായിരുന്നു. എഴുന്നേറ്റു നിന്ന് ലോകത്തെ നോക്കിക്കാണാൻ കഴിയില്ല എങ്കിലും നിലത്തുനിന്ന് ആവുന്നത്ര തലയുയർത്തി അവൾ ലോകത്തെ നോക്കി. ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചു. പുതിയ കാഴ്ചകൾക്ക് വേണ്ടി കൊതിച്ചു. അതിരുകളില്ലാത്ത ലോകത്തേക്ക് കുതിക്കുവാൻ അവളുടെ മനസ്സ് വെമ്പി. തനിക്ക് വേണ്ടി ഒരു ദിവസം വരുമെന്ന് അവൾ സ്വപ്നം കണ്ടു. അത് സാധ്യമാവുക തന്നെ ചെയ്തു. ഒരു ജലദേവതയെപ്പോലെ അവൾ ഉയർത്തെഴുന്നേറ്റു. ജലതരംഗങ്ങൾ ഇരുവശത്തേക്കും മാറി അവൾക്ക് വഴിയൊരുങ്ങിയപ്പോൾ അവൾ നീന്തിക്കയറിയത് ഒളിമ്പിക്സിന്റെ സുവർണ സ്വപ്നങ്ങളിലേക്ക്. ഇത് ചാൻ ഹോം ഗ്യാൻ, ബാസ്കറ്റ്ബാൾ ഗേൾ എന്ന് ലോകം ആദരവോടെ വിളിക്കുന്ന പെൺകുട്ടി. 4-ാമത്തെ വയസ്സിൽ റോഡ് മുറിച്ചു കടക്കുമ്പോഴുണ്ടായ വാഹനാപകടത്തിൽപ്പെട്ട് അരയ്ക്ക് താഴെ പൂർണ്ണമായും നഷ്ടപ്പെട്ടവൾ. ഡോക്ടർമാരുടെ തീവ്ര പരിശ്രമം മൂലം ജീവൻ തിരിച്ചു കിട്ടിയവൾ. സാമ്പത്തികമായ പിന്നോക്കാവസ്ഥയും അറിവില്ലായ്മ മൂലവും ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങളെക്കുറിച്ചോ സാധ്യതകളെക്കുറിച്ചോ അറിയാതെ കല്ലും മുള്ളും നിറഞ്ഞ വീടുമുറ്റത്ത് ഇഴഞ്ഞിഴഞ്ഞ് ബാല്യം കഴിച്ചവൾ. പക്ഷേ കഠിനാധ്വാനവും ഇച്ഛാശക്തിയും കൈമുതലാക്കി അവസരത്തിനൊത്തുയർന്നപ്പോൾ അവൾ ലോകത്തിന് പ്രിയപ്പെട്ടവളായി. ചൈനയിലെ യുനാൻ പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തുള്ള നാട്ടിൻപുറത്തായിരുന്നു ചാൻ ജനിച്ചത്. തൻ്റെ ചുറ്റുവട്ടം പോലും നന്നായൊന്ന് നടന്നു കാണാൻ കഴിയും മുമ്പേ ദുർവിധി അവളെ നിർദ്ദയം തകർത്തു കളഞ്ഞു. 2000-ലായിരുന്നു അത്. അന്നവൾക്ക് 4 വയസ്സ് പ്രായം. 3 വർഷത്തോളം നീണ്ട ചികിത്സയ്ക്കൊടുവിൽ വീട്ടിലേക്കെത്തുമ്പോൾ ഇവൾ എങ്ങനെ അതിജീവിക്കും എന്ന ആശങ്കയിൽ മാതാപിതാക്കളും ബന്ധുക്കളും മനമുരുകി. അത്ര ദയനീയമായിരുന്നു അവളുടെ രൂപം. കൃത്രിമ കാലുകളോ വീൽചെയറോ വാങ്ങാനുള്ള ശേഷി ചാനിന്റെ കുടുംബത്തിനു ഉണ്ടായിരുന്നില്ല. അവളുടെ അവസ്ഥ അധികാരികളുടെ മുന്നിൽ എത്തിക്കാനും നാട്ടിൻ പുറത്ത് ആരുമുണ്ടായിട്ടില്ല. എല്ലാവരും നിവർന്നു നിന്ന് യാത്ര ചെയ്യുമ്പോൾ നിലത്തിഴഞ്ഞ് മുന്നോട്ട് നീങ്ങിയ അവൾ മറ്റുള്ളവരെ പോലെ ഉയർന്നു നിന്ന് ലോകത്തെ നോക്കിക്കാണാൻ എപ്പോഴും ആഗ്രഹിച്ചു. നിരാശയായിരുന്നു വരം. നിലത്തിഴയുമ്പോൾ അരക്കെട്ട് നിലത്തിഴഞ്ഞ് പരിക്കേൽക്കുമായിരുന്നു. അതിന് അവളുടെ മുത്തച്ഛൻ ഒരു പരിഹാരം കണ്ടെത്തി. അദ്ദേഹം ഒരു പഴയ ബാസ്കറ്റ് ബാൾ 2ആയി മുറിച്ചു. ഒരു ഭാഗം അവളുടെ അരക്കെട്ടിലേക്ക് തിരികെ കയറ്റി. അതുമായി അവൾ നിലത്തിഴഞ്ഞു സഞ്ചരിക്കാൻ തുടങ്ങി. കാണുന്നവർക്കൊക്കെ അത് പരിഹാസത്തിനുള്ള വക നൽകിയെങ്കിലും ചാനിന് മുറിവേൽക്കാതെ യാത്ര ചെയ്യാൻ വലിയൊരു അനുഗ്രഹമായിരുന്നു അത്. കാത്തിരിക്കുക, എപ്പോഴും ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാമെന്ന് പറയാറുണ്ട്. ആ അത്ഭുതം ചാനിന്റെ ജീവിതത്തിലും സംഭവിച്ചു. ഒരു ഫോട്ടോഗ്രാഫറാണ് അവളുടെ ജീവിതത്തിന്റെ ജാതകം മാറ്റിക്കുറിച്ചത്. അരക്കെട്ടിൽ തിരുകിക്കയറ്റിയ ബാസ്കറ്റ് ബോളും കൈപ്പിടിയിലുള്ള 2 കുഞ്ഞു പലക കഷ്ണങ്ങളുമായി മുന്നോട്ട് നീങ്ങുന്ന അവളുടെ ചിത്രം ഒരു ചൈനീസ് പത്രത്തിന് ലഭിക്കുന്നു. അവർ പ്രാധാന്യത്തോടെ ആ ചിത്രം പ്രസിദ്ധീകരിച്ചു. അത് ചൈനയിലാകെ ശ്രദ്ധിക്കപ്പെട്ടു. ദിവസങ്ങൾക്കുള്ളിൽ ചാൻ ഹോം ഗ്യാൻ ചൈനയിലെ താരമായി. ബാസ്കറ്റ് ബാൾ ഗേൾ എന്ന വിളിപ്പേരും അവൾക്കൊപ്പം ശ്രദ്ധേയമായി. പിന്നീടെല്ലാം വേഗത്തിലായിരുന്നു. പൊതുജന സുരക്ഷാ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ബീജിംഗിൽ പ്രവർത്തിക്കുന്ന ചൈന റീഹാബിലിറ്റേഷൻ സെന്റർ അവൾക്ക് 2 കൃത്രിമ കാലുകൾ നൽകി. അങ്ങനെ 2 കാലിൽ നിവർന്നു നിന്ന് ലോകത്തെയൊന്ന് കാണുക എന്ന അവളുടെ അഭിലാഷം സാക്ഷാത്കൃതമായി. കുട്ടിക്കാലം മുതൽക്കേ അവൾക്ക് പ്രിയപ്പെട്ട വിനോദമായിരുന്നു നീന്തൽ. നീന്തലിനെ കുറിച്ചുള്ള വാർത്തകളും വല്ലപ്പോഴും നീന്തൽ കാണാനിടയായിട്ടുള്ളതും അവളുടെ ആഗ്രഹത്തെ വളർത്തിക്കൊണ്ടിരുന്നു.
അപ്പോഴൊക്കെ അവൾ തൻ്റെ ഇല്ലാത്ത കാലുകളോർത്ത് നെടുവീർപ്പിടും. എങ്കിലും അവളുടെ ആഗ്രഹം അനുനിമിഷം തീവ്രമായി കൊണ്ടിരുന്നു. ഒടുവിൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഒരു സ്വിമ്മിംഗ് ക്ലബിൽ അവൾ ചേർന്നു. യുവാൻ പ്രൊവിഷ്യൽ ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ആ നീന്തൽ പരിശീലന കേന്ദ്രം ചാനിന്റെ ആഗ്രഹങ്ങൾക്ക് ചിറകുമുളപ്പിച്ചു. പക്ഷേ അത് ഒട്ടും സുഗമമായിരുന്നില്ല. അരയ്ക്കു താഴെ പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നതിനാൽ നീന്തലിന് അനുകൂലമായ ശരീരചലനം ദുഷ്കരമായിരുന്നു. ജലത്തിൽ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നില്ല. ശ്വാസം മുട്ടലുണ്ടായിരുന്നു. പക്ഷേ അവൾ പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ദിവസവും 4 മണിക്കൂർ വരെ പരിശീലനം. ക്രമേണ നീന്തലല്ലാതെ മറ്റൊന്നും അവളുടെ മനസ്സിലില്ലായിരുന്നു. കഠിനമായ പരിശീലന മുറകൾക്ക് അവളെ തളർത്താനായില്ല. 10,000 മീറ്റർ വരെ ഒരു ദിവസം നീന്തുന്ന തരത്തിലേക്ക് അത് വളർന്നു. തുടർന്ന് മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. 2009 ചൈനീസ് പാരാലിമ്പിക്സിൽ നീന്തൽ മത്സരത്തിൽ ചാമ്പ്യനായതോടെ അവളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിച്ചു. 2015 യുവാൻ പ്രൊവിഷ്യൽ പാരാലിമ്പിക്സിൽ ഗെയിംസിൽ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്കിൽ സ്വർണ്ണ മെഡൽ നേടിയതോടെ ചാൻ ലോക പ്രശസ്തിയിലേക്ക് ഉയർന്നു. 2016 റിയോ പാരാലിമ്പിക്സിലും ജേതാവായതോടെ ചാൻ ലോകത്തിൻ്റെ തന്നെ പ്രിയതാരമായി മാറുകയായിരുന്നു. ഇന്ന് ലോകമാധ്യമങ്ങളിൽ സുവർണ താരമാണ് ചാൻ. അവളുടെ വാക്കുകൾക്ക് കോടിക്കണക്കിന് ആളുകൾ കാതോർക്കുന്നു. ചൈനയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റികളിൽ ഒരാളാണ് ചാൻ ഹോം ഗ്യാൻ. ഓളപ്പരപ്പുകളിൽ അവൾ പുതിയ ഇതിഹാസങ്ങൾ രചിച്ചു കൊണ്ടിരിക്കുന്നു. ജലത്തിലേക്ക് ഡൈവ് ചെയ്ത് സ്വർണ്ണ മെഡലുകളുമായി ഒരു ജലദേവതയെപ്പോലെ ഉയർന്നു വരുന്നു. മനസ്സ് വച്ചാൽ ഏതു ദുരിതക്കയങ്ങളും നീന്തിക്കയറാനുള്ള അതിജീവനശേഷി നമ്മിലുണ്ട് എന്ന് ഓർക്കുക. മനസ്സ് വെച്ചാൽ ഏത് ദുരിതക്കയങ്ങളും നീന്തിക്കയറാനുള്ള അതിജീവനശേഷി നമ്മിലുണ്ട് എന്ന് ഓർക്കുക. മനസ്സ് വെച്ചാൽ ഏത് ദുരിതക്കയങ്ങളും നീന്തിക്കയറാനുള്ള അതിജീവനശേഷി നമ്മിലുണ്ട് എന്ന് ഓർക്കുക. നമസ്കാരം, നന്ദി.